അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. സാക്ഷാൽ വിദ്യാസാഗറിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് തമിഴിലെ ഒരു നിർമ്മാതാവാണ്. മലയാളത്തിൽ അദ്ദേഹം ആദ്യമായി സിനിമയ്ക്ക് സംഗീതം ചെയ്യാനെത്തുന്നത് മമ്മൂട്ടി അഭിനയിച്ച അഴകിയ രാവണന് വേണ്ടിയാണ്. അങ്ങനെ അഴകിയ രാവണന്റെ കമ്പോസിംഗ് നടക്കുകയാണ്. ഈരാളി ഗസ്റ്റ് ഹൗസിൽ അഴകിയ രാവണന്റെ കമ്പോസിംഗ് നടക്കുകയാണ്. കമലും ശ്രീനിവാസനും വിദ്യാസാഗറും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഒക്കെ ഉണ്ട്. ഹാർമോണിയം കയ്യിലെടുത്ത് വളരെ വേഗത്തിൽ വിദ്യാസാഗർ വായിച്ച ഈണമിങ്ങനെ ഇത്ര മനോഹരമായ ഈണത്തിന് എത്ര നല്ല വരികൾ എഴുതിയിട്ടും കൈതപ്രത്തിന് അങ്ങോട്ട് തൃപ്തിയായില്ല. ട്യൂൺ റെഡി, ഇനി വരികൾ മാത്രം തയ്യാറായാൽ മതി. കണ്ണാരം പൊത്തിക്കളിക്കാം, മണ്ണപ്പം ചുട്ടുവിളമ്പാ, ചക്കരമാവിൻ ചോട്ടിൽ കൊത്തങ്കല്ലാടാമെന്നും, ആലിലകൾ നാമം ചൊല്ലും അമ്പലം കാണാം. അങ്ങനെ കമ്പോസിംഗ് നാളുകളിൽ ഒന്നിൽ സംവിധായകൻ കമലിനെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. പുലർച്ചെ 2 മണിയാണ് സമയം. കൈതപ്രം ആകെ അസ്വസ്ഥനാണ്. തനിക്ക് വിദ്യാസാഗറിന്റെ മനോഹര ഈണത്തിനൊത്ത വരികൾ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് കൈതപ്രം കമലിനെ അറിയിച്ചു. ഞാൻ ആ മുറിയിൽ നോക്കിയപ്പോൾ കുറേ പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി കട്ടിലിൻ്റെ സൈഡിലേക്ക് ഇട്ടേക്കാണ് പുള്ളി. അപ്പം ഞാൻ വെറുതെ ഈ കടലാസുകൾ എടുത്ത് നോക്കാം. അപ്പോൾ കൈതപ്രം പറഞ്ഞു, അതിലൊന്നുമില്ല കമലേ, അത് എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ ഇട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ കടലാസിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തുറന്നപ്പോഴാണ് അതിൽ വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായൽ വീണ എന്നുള്ള 2 ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. കമലിന് ഈ വരികൾ വല്ലാതെ ഇഷ്ടപ്പെടുകയും നമുക്ക് നമ്മുടെ സന്ദർഭത്തിന് ഈ പാട്ട് മതിയെന്ന് കമൽ കൈതപ്രത്തെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കിയും ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് കൈതപ്രം പറഞ്ഞു. ചിത്രത്തിലെ നായകൻ ശങ്കർദാസ് എന്ന കുട്ടിശങ്കരൻ തൻ്റെ കുട്ടിക്കാലവും പ്രണയവുമൊക്കെ ഓർത്തെടുക്കുന്ന ഗാനമാണ്. ബേബി ഷബ്നത്തിൻ്റെയും യേശുദാസിൻ്റെയും മനോഹരമായ ശബ്ദം ഈ ഗാനം മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. പാട്ടുവഴി ഇനി നാളെ.